തണുപ്പിലേക്ക് മാറുന്നതിന് മുന്നോടിയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും കാലാവസ്ഥാ മാറ്റവും തുടരുന്നു. വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിയാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വരും ദിവസങ്ങളിൽ മഴയെത്തും. ഇതോടുകൂടി കൂടുതൽ തണുപ്പിലേക്ക് രാജ്യം മാറും. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രയാസങ്ങൾ നേരിടാൻ ജാഗ്രത വേണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിഷാൽ ചേരുന്നുണ്ട്. മിഷാൽ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയും പൊടിക്കാറ്റും തുടരുകയാണ്. പടിഞ്ഞാറൻ പ്രവിശ്യ മക്ക, ജിദ്ദ, അതുപോലെ തന്നെ തബൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു. എന്നാൽ അൽജൗഫ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ നേരിയ മഴയാണ് ഈ അൽജൗഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലഭിച്ചത്. ഹായിൽ, റിയാദ്, കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ മഴയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മഴയെത്തുന്നതോടെ രാജ്യം കൂടുതൽ തണുപ്പിലേക്കും കടക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട്. ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് മലയാളികളായ പ്രവാസികളടക്കം നിരവധി പേർ ശ്വാസ തടസ്സം അടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനായി ഇത്തരം കാലാവസ്ഥകളിലേക്ക് ഇറങ്ങുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മാസ്ക് ധരിക്കാൻ മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ സൗദിയിലുള്ള എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ തവക്കൽന സിഹത്തി ആപ്പ് വഴി ലഭ്യമാകും. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും പബ്ലിക് ഹെൽത്ത് സെന്റർ വഴിയും ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, നിലവിൽ സൗദി ഉള്ളത് വിദ്യാഭ്യാസ അവധിയിലാണ്. അതുകൊണ്ട് തന്നെ മക്ക, മദീന തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ അടക്കം നിരവധി സന്ദർശകരാണ്, അല്ലെങ്കിൽ തീർത്ഥാടകരാണ് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശം ഇത്തരം ഇരു ഹറമുകളിലേക്കും പ്രവേശിക്കുന്നതിന് മുന്നോടിയായി പരമാവധി മാസ്ക് ഉപയോഗിക്കാനും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ തടയിടാനും ഉള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിലും കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട മഴ തുടരുക തന്നെ ചെയ്യും. പടിഞ്ഞാറൻ പ്രവിശ്യയിലാണ് നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വരും സമയങ്ങളിൽ അത് പതിയെ മധ്യ പ്രവിശ്യയിലേക്കും കിഴക്കൻ പ്രവിശ്യയിലേക്കും കടക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.